ഫേസ്ബുക്കിന് ഫേസ് നഷ്ടപ്പെടുവാൻ തുടങ്ങിയോ? ഇന്നത്തെ സ്ഥിതി തുടർന്നാൽ അനധിവിദൂര ഭാവിയിൽ അതിന്റെ അവസ്ഥ എന്താകും? കാലം മാറുന്നതനുസരിച്ച് മനുഷ്യനും വിനിമയ സാധ്യതകളും മാറുമെന്ന് വ്യക്തമാക്കി പ്രശസ്ത ബുദ്ധിജീവി JS അടൂർ. കഴിഞ്ഞ 20 കൊല്ലങ്ങൾക്കകം മനുഷ്യർ വിവരവിനിമയം ചെയ്യുന്ന രീതികളും മാർഗങ്ങളും സാങ്കേതിക വിദ്യകളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് JS നിരീക്ഷിക്കുന്നു. ഡിജിറ്റൽ വിപ്ലവം മനുഷ്യന്റെ വിനിമയ വിചാരങ്ങളെയും വായനാ രീതികളെയും ജീവിത രീതികളെയും ബാധിച്ചു. ഇന്ന് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രിയ കാര്യങ്ങളിൽ ഒന്ന് സ്മാർട്ട് മൊബൈൽ ഫോണാണ്. ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് മൊബൈൽ ഫോൺ കൊണ്ടാണ്. ഉറങ്ങുന്നതും എഴുന്നേൽക്കുന്നതും മൊബൈൽ ഫോൺ കൊണ്ടാണ്. ഇന്ന് എല്ലാവർക്കും അവരവരുടെ ജീവിത പങ്കാളിയേക്കാൾ അടുപ്പം സ്മാർട്ട് ഫോണിനോടാണ്. മൊബൈൽ ഇപ്പോൾ ശരീരത്തിന്റെ എക്സ്റ്റൻഷനാണ്. ഉറങ്ങുന്നത് സ്മാർട്ട് ഫോണിനോടൊപ്പം. ഭക്ഷണവും ഭാഷയും അവിടെ കിട്ടും. ഊബർ വണ്ടികളും സൊമാറ്റോ ഭക്ഷണവും ടിൻഡർ രതിയും എല്ലാം മൊബൈൽ വഴി. പ്രണയവും വിരഹവും എല്ലാം മൊബൈലിൽ. ബാങ്കിങ്ങും ബുക്കിങ്ങും മൊബൈലിൽ. പഠനവും ജോലിയും ആപ്പ് വഴി. രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടിയും മൊബൈലിൽ. മൊബൈൽ മാപ്പും ആപ്പും കണക്ടിവിറ്റിയും ഇല്ലെങ്കിൽ ഇന്ന് മനുഷ്യന് ജീവിക്കാനാകാത്ത അവസ്ഥ. സർവ്വവ്യാപിയും ഗൂഗിൾ ദൈവവും വിക്കിപീഡിയയും സൂമും ലിങ്ക്ഡിനും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയും ഒക്കെ ഇന്ന് നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അത് കാലത്തിനും ദേശത്തിനും പ്രായത്തിനും അനുസരിച്ച് മനുഷ്യൻ മാറി മാറി പ്രയോഗിക്കുകയാണ്. സാങ്കേതിക വിദ്യകൾ നിരന്തരം മാറുന്നത് ഓരോ മനുഷ്യരിലും സമൂഹത്തിലും മാറ്റമുണ്ടാക്കും. അത് അനുസരിച്ച് രാഷ്ട്രീയത്തിലും. ടെക്നോളജി മാറുന്നതനുസരിച്ച് വിനിമയങ്ങളും മാനുഷിക വ്യവഹാരങ്ങളും മാധ്യമങ്ങളും സമൂഹം മാറുന്നു. വിവരവിനിമയ രീതി അനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിക്കേഷനും മാറും. ഇതെല്ലാം നാം ചിന്തിക്കുകയും കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്ന രീതികളെ മാറ്റും. അത് ജീവിതവും സമൂഹവും സാമ്പത്തിക വ്യവസ്ഥയും രാഷ്ട്രീയവും മാറ്റും. അതനുസരിച്ച് മാധ്യമങ്ങളും മാറും. എന്നാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ന് സത്യവും മിഥ്യയും തിരിച്ചറിയാൻ പാടാണ്. വാസ്തവവും അവാസ്തവവും കൂടിക്കലർന്ന് ഒഴുകുന്ന കലക്കവെള്ളമാണ് സോഷ്യൽ മീഡിയ. ആരാണ് ഫേക്ക് ആരാണ് ഫാക്ച്വൽ എന്ന് തിരിച്ചറിയാനാവാത്ത വിചിത്രമായ വിർച്വൽ ലോകത്ത് കിടന്നുഴറുന്ന മനുഷ്യൻ. എല്ലാം ഇപ്പോൾ നിരന്തര വിവരവിനിമയ ഒഴുക്കിൽ കലങ്ങിമറിഞ്ഞ അവസ്ഥയിലാണ്. സ്റ്റെബിലിറ്റി പെട്ടെന്ന് മാറിമറിഞ്ഞ് കലങ്ങി കലുഷിതമായ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥയിൽ ദുരന്തങ്ങളെ ഭയക്കുന്ന മനുഷ്യൻ പലവിധ ദുരന്ത നിവാരണ സാധ്യതകൾ തേടി നിരന്തരം അലയുകയാണ്. ചിലർ മതത്തിന്റെ പുറകെ, ചിലർ സാമൂഹിക സത്വത്തെ, ചിലർ ജാതി സ്വത്വത്തെയൊക്കെ പിടിവള്ളികളാക്കി ഈ വിവരവിനിമയ കലക്കവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ പെട്ട് ഒലിച്ചു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള പരിശ്രമത്തിലാണ്. ആത്മരതിക്കും ആത്മാവിഷ്കാരത്തിനും സെൽഫിക്കും സെൽഫ് എക്സ്പ്രഷനും സാമൂഹ്യ വ്യവഹാരത്തിനും ഇടയിൽ പലവിധ വിഹുലതകൾ കൂടി വരുന്ന വല്ലാത്തൊരു കാലം. അതിനിടയിൽ കുളിർക്കാറ്റും ഉൾക്കാഴ്ചകളും സുവാർത്തകളും വാർത്താവിനിമയവും എല്ലാം ഉള്ള ഒരിടം. മനുഷ്യന്റെ നെഗറ്റീവും പോസിറ്റീവുമായ വൈബുകളെല്ലാം ഫേസ്ബുക്കിലുണ്ട്. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവർ നിരന്തരം വിവരവിനിമയം ചെയ്യുവാൻ വെമ്പുന്ന സാമൂഹിക ജീവികളാണ് എന്നതാണ്. മിണ്ടിയും പറഞ്ഞും കേട്ടുമിരിക്കാൻ ഉൾക്കടമായി ആഗ്രഹമുള്ളവരാണ് മനുഷ്യരെല്ലാം. മനുഷ്യൻ ആത്മാവിഷ്കാരവും അതിന് അനുപൂരകമായ വിനിമയ സത്വബോധങ്ങളെയും പ്രകടിപ്പിക്കുന്നത് നാക്കിലൂടെയും വാക്കുകളിലൂടെയും വരികളിലൂടെയും വരകളിലൂടെയുമാണ്. സാമൂഹിക മാധ്യമങ്ങളിൽ മനുഷ്യൻ വ്യവഹരിക്കുന്നത് ഭാഷ കൊണ്ടാണ്. ഫേസ്ബുക്ക് എന്ന സാങ്കേതിക വിദ്യ വിജയത്തിന് കാരണം അത് ഒരേ സമയം മുഖവും പുസ്തകവും ആയതുകൊണ്ടാണ്. കാരണം മുഖം വ്യക്തിയുടെ ശരീരത്തിന്റെ അസ്തിത്വ അടയാളപ്പെടുത്തലാണ്. മുഖത്തിലൂടെയാണ് മനുഷ്യന്റെ വയറിംഗ് വ്യക്തിഗത തലത്തിൽ പ്രകടിപ്പിക്കുന്നത്. മുഖം മനസ്സിന്റെ കണ്ണാടി മാത്രമല്ല, മുഖത്തുള്ള കണ്ണിലും കണ്ണാടിയിലൂടെയുമാണ് ഓരോ ആളും കണ്ടറിയുന്നത്, അതുപോലെ കേട്ടറിയുന്നത്, മിണ്ടി അറിയുന്നത്, മിണ്ടാതിരുന്ന് അറിയുന്നത്. ശ്വാസവും ഉച്ഛ്വാസവും വിശ്വാസവും കണ്ണുനീരും ചിരിയും കരച്ചിലും മുഖത്താണ്. മുഖം വ്യക്തിയുടെ ശാരീരിക വ്യക്തിത്വ അടയാളമാണ്. എന്നാൽ പുസ്തകം സാമൂഹികമാണ്, ബഹുവചനമാണ്, നിർമ്മിതമാണ്, പങ്കുവയ്ക്കലാണ്. ഈ വ്യക്തിഗത ആത്മാവിഷ്കാരവും ആത്മരതിയുമെല്ലാം അടങ്ങിയ ഓരോ ആളുടെയും കമ്മ്യൂണിക്കേറ്റീവ് അർജിനെ തൃപ്തിപ്പെടുത്തുവാൻ ഒരു ഉപാധി. മനുഷ്യന് മിണ്ടിയും പറഞ്ഞും ഇരിക്കുവാനുള്ള ആഗ്രഹ നിവർത്തിക്കൊരിടം. ഒരേ സമയം വ്യക്തിനിഷ്ഠവും സാമൂഹികവുമാകുന്നു വിവരവിനിമയ സാങ്കേതിക വിദ്യ ആയതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് സാമൂഹിക മാധ്യമമായി മാറിയത്. ഇവിടെ പ്രതികരണ സാഹചര്യം ഉണ്ടെന്നുള്ളത് ഇതിനെ മനുഷ്യന്റെ പരസ്പരീയ വിനിമയ വിന്യാസങ്ങൾ കിടനൽകുന്നു. പക്ഷേ ബഹുജനം പലവിധം. അപ്പോൾ മനുഷ്യന്റെ എല്ലാ ഭാവങ്ങളും, കാമക്രോധ ലോഭമോഹ മനുഷ്യരും ഈ മാധ്യമത്തിൽ വ്യവഹരിക്കും. ചിലർ നിശബ്ദമായി, ചിലർ ശബ്ദ കോലാഹലങ്ങളോട്, ചിലർ ചിരിച്ച്, ചിലർ കരഞ്ഞ്, ചിലർ കലിപ്പിൽ, ചിലർ ചീത്ത വിളിച്ച്, ചിലർ സ്നേഹത്തോടെ, ചിലർ വിദ്വേഷത്തോടെ.
എന്നാൽ എല്ലാ വിവരവിനിമയ ഇടങ്ങളും സാമ്പത്തിക വ്യാപാര വ്യവസായമാകുമ്പോൾ, അധികാര വിനിമയ ഇടങ്ങളാകുമ്പോൾ മനുഷ്യന്റെ വിനിമയങ്ങൾ നിയന്ത്രിച്ച് അതിനെ വരുതിയിലാക്കി ലാഭമോഹങ്ങളാൽ അത് മനുഷ്യനെ ഉപയോഗിച്ച് ലാഭം കൊയ്യാൻ തുടങ്ങും. അത് അൽഗോരിതം ഉപയോഗിച്ച് ആര് എന്ത് എങ്ങനെ എപ്പോൾ പറയണം കേൾക്കണം എന്ന് നിയന്ത്രിക്കുവാൻ തുടങ്ങും. പരസ്യം പൈസ വാങ്ങി നമ്മുടെ കൺമുന്നിലേക്ക് തള്ളിവിട്ട് അലോസരപ്പെടുത്തും. പൈസ വാങ്ങി രാഷ്ട്രീയ പ്രചാരണം നടത്തും. കാശ് വാങ്ങി നമ്മളുടെ ഡേറ്റ വിൽക്കും. നല്ല കാര്യങ്ങളെക്കാൾ പലപ്പോഴും വെറുപ്പിന്റെ രാഷ്ട്രീയം പരത്തും. പയ്യനായ സർഗാത്മക തുളുമ്പി നിൽക്കുന്ന സുക്കർബർഗ് ഇന്ന് ബില്യനെയർ കച്ചവടക്കാരനായതോടുകൂടി ഫേസ്ബുക്ക് ഇന്ന് ഒരു വിനിമയ വ്യാപാര പണം കായ്ക്കുന്ന മരമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും ഉപയോഗിച്ച് നമ്മൾ എന്ത് എങ്ങനെ പങ്കുവെക്കുന്നത് എന്നത് നിയന്ത്രിച്ച് വരുതിയിലാക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ചെറുപ്പക്കാർ ഫേസ്ബുക്കിൽ കുറവും പ്രായമുള്ളവർ കൂടുതലും. പിന്നെ ഫേസ്ബുക്ക് വിനിമയ വിവരത്തിന് കൂടുതൽ സമയം വേണം. അതിന് ഒരു സെക്യൂരിറ്റിയും ഇല്ല. ഫേസ്ബുക്ക് ചർച്ച ആർക്കും പിടിക്കാം. ഫേസ്ബുക്ക് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുന്ന തലത്തിലേക്ക് പോവുകയാണോ? അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർ അത് വിട്ടു തുടങ്ങി. ഇൻസ്റ്റയിലേക്ക് മാറി. ഇവിടെ സജീവമായി ഫേസ്ബുക്കിൽ സ്വന്തം ബ്രാൻഡ് ഉണ്ടാക്കിയ പലരും ഫേസ്ബുക്ക് അൽഗോരിതം മാറ്റിയതിൽ പിന്നെ യൂട്യൂബിലായി. അവിടെ കൂടുതൽ ഹിറ്റുണ്ടെങ്കിൽ കാശ് കിട്ടും. കളക്ടർ ബ്രോ സ്വാമിയൊക്കെ സുഹൃത്തുക്കൾ യൂട്യൂബ് പരീക്ഷണത്തിലേക്ക് മാറി. അതിന് ഒരു കാരണമായി അദ്ദേഹം യൂട്യൂബിൽ പറയുന്നത് ഫേസ്ബുക്ക് ഇപ്പോൾ കൂടുതൽ നെഗറ്റിവിറ്റി പരത്തുന്ന ഇടമാണ് എന്നതാണ്. സമയവും താരതമ്യേന കൂടുതൽ വേണം. ഫേസ്ബുക്ക് ഇനിയും കൂടുതൽ അൽഗോരിത വ്യാപാര വ്യവസായം മാറ്റി വെറും വിവരവിനിമയ ബിസിനസ് ആക്കുന്നതോടുകൂടി അതിന്റെ ഗ്രഹണ സമയം അടുക്കും. യാഹു പോയതുപോലെ ഫേസ്ബുക്ക് പോകുമോ? കാലം മാറുന്നതനുസരിച്ച് മനുഷ്യനും വിനിമയ സാധ്യതകളും മാറും. ഫേസ്ബുക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും മനുഷ്യൻ മിണ്ടിയും പറഞ്ഞും ചിരിച്ചും ശണ്ട കൂടിയും ശല്യപ്പെടുത്തിയും കലഹിച്ചും കരഞ്ഞും ജീവിച്ചു മരിക്കുമെന്ന് JS അടൂർ ഓർമ്മിപ്പിക്കുന്നു.